രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. ഒന്ന്, ആർക്കിടെക്ചർ കോഴ്സിൻ്റെ സെക്കൻഡ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങളും, രണ്ടാമത്തേത് എഞ്ചിനീയറിംഗിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും അടുത്ത റൗണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റേതും. ഈ രണ്ട് കാര്യങ്ങളാണ് വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ അതിലാദ്യം ആർക്കിടെക്ചർ കോഴ്സിൻ്റെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള സെക്കൻഡ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ സെപ്റ്റംബർ 2 വൈകിട്ട് 3 മണിക്ക് മുമ്പ് അതത് കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണ്. കോളേജിൽ ചെന്ന് തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ്. ഇനി അലോട്ട്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾ കുട്ടികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അപ്പോൾ ഹോം പേജിൽ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ റൗണ്ടിൽ കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ പിന്നീട് കിട്ടൂല. അതുകൊണ്ട് അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കോപ്പി കുട്ടികൾ സൂക്ഷിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ അവരുടെ ഹോം പേജിലെ ഡേറ്റാ ഷീറ്റ് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്ത് ഡേറ്റാ ഷീറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാം. പ്രവേശനം നേടുന്ന സമയത്ത് ഡേറ്റാ ഷീറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ, പിന്നെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന രേഖകളും. ഈ രേഖകൾ ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് റൗണ്ടിൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ നോക്കിയാൽ മതി. നമ്മൾ ഇതിൻ്റെ ലെങ്ത് കൂട്ടുന്നില്ല. ഇനി കുട്ടിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ്, ഇതൊക്കെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെയാണെന്നും മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന ഏത് ഫീ ആണ് അടയ്ക്കേണ്ടതെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ മാത്രമായിട്ടൊരു വീഡിയോയും ചെയ്ത് നമ്മൾ ചാനലിൽ ഇട്ടിരുന്നു. അതും ശ്രദ്ധിക്കുക. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന പ്രവേശന കമ്മീഷണർക്ക് അടയ്ക്കേണ്ട ഫീസ്, ആ ഫീസ് ചിലർക്ക് ഫീസ് നില്ല് കാണിക്കും, അല്ലെങ്കിൽ ഓൾറെഡി അടച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കതിൽ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെപ്റ്റംബർ 2 ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ ഓൺലൈൻ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ അടച്ച് 3 മണിക്കകം അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പ്രവേശനം നേടണം. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഫീസ് അല്ലെങ്കിൽ അഡീഷണൽ നിങ്ങൾ അടയ്ക്കാനുണ്ടെങ്കിൽ അത് അടച്ച് പ്രവേശനം നേടാത്ത കുട്ടികളുടെ അലോട്ട്മെൻറ്റ് റദ്ദാവും. ഓക്കെ, അതുകൊണ്ട് നിർബന്ധമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ കുട്ടികളും വൈകിട്ട് 3 മണിക്കുള്ളിൽ സെപ്റ്റംബർ 2 വൈകിട്ട് 3 മണിക്കുള്ളിൽ നിർബന്ധമായിട്ടും കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. അതേപോലെ രണ്ടാമത്തെ കാര്യം, എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളുടെ തേർഡ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഓൾറെഡി തുടങ്ങിയതാണ്, ഒന്ന് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ 3ാം റൗണ്ട് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകളുടെ തേർഡ് റൗണ്ട് അലോട്ട്മെൻറ്റിന് പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം സെപ്റ്റംബർ 2 വരെയായിട്ട് ദീർഘിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫാർമസിയുടെ തേർഡ് റൗണ്ടിന് വേണ്ടിയാണ്. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സിലേക്ക് പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. അതായത് ആദ്യ റൗണ്ടുകളിൽ നിങ്ങൾ കൊടുത്ത ഒരു ഓപ്ഷനും ഇപ്പോൾ നിലനിൽക്കില്ല. ഇത് 3ാമത്തെ റൗണ്ടിൻ്റെ രജിസ്ട്രേഷനാണ്. അതുകൊണ്ട് മുൻ റൗണ്ടുകളിൽ കിട്ടിയ ഒന്നും ഇപ്പോൾ ബാക്കി ഉണ്ടാവില്ല. പുതിയതായി തന്നെ എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിർബന്ധമായിട്ടും പുതിയതായിട്ട് ഓൺലൈൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങളെ അടുത്ത റൗണ്ടിൽ പരിഗണിക്കുക. അതായത് c.kerala.gov.in എന്നുള്ള സൈറ്റിലൂടെ 2 വൈകിട്ട് 6 മണി വരെ 2 വൈകിട്ട് 6 മണി വരെ ഓപ്ഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. 4 ഓപ്ഷൻ ഈ ഓപ്ഷൻ അനുസരിച്ച് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആർക്കിടെക്ചർ കോഴ്സിലേക്ക് ഫസ്റ്റ് റൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത ഓപ്ഷൻ ഒക്കെ ഇവിടെ റദ്ദാണ്. ഒന്നും ബാധകമല്ല. അതുകൊണ്ട് മുൻ റൗണ്ടുകളിൽ അലോട്ട്മെൻറ്റ് പ്രകാരം കിട്ടിയവർക്ക് ആ സീറ്റ് അവിടെ ഉണ്ടാവും. കിട്ടാത്തവർക്ക് എന്തായാലും ഇവിടെ പുതിയ ഓപ്ഷൻ കൊടുക്കണം. കിട്ടിയവർക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലും ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് നടത്തണം. ഇപ്പോൾ ആദ്യ റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടി, അപ്ഗ്രേഡ് ആവണം. മുമ്പ് നമുക്ക് കിട്ടിയതിന് മേലെ കോളേജ് ഉണ്ടാവാം, അതൊക്കെ പോയി പുതിയതായി എല്ലാം കൊടുക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മുൻഘട്ടങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുകയും എന്നാൽ ഈ ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരുടെ മുൻ അലോട്ട്മെൻറ്റ് അവിടെ നിൽക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, നിങ്ങളുടെ 10ാമത്തെ കോളേജാണ് കിട്ടിയത്, ബാക്കി 9 മേലെ ഉണ്ടായിരുന്നു. ആ 9ഉം ഇപ്പോൾ നില്ലാണ് എന്ന് പറഞ്ഞാൽ അത് പരിഗണിക്കില്ല. പുതിയതായി നിങ്ങൾ വീണ്ടും ആ ഓപ്ഷൻസ് കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജ് അവിടെ തന്നെ ഉണ്ടാവും, പുതിയത് കിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും നിശ്ചിത സമയത്തിനകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടാതിരിക്കുകയും ചെയ്യുന്നവരുടെ മുൻഘട്ടത്തിലെ സീറ്റും പോവും, ഈ ഘട്ടത്തിലെ സീറ്റും പോവും. ഇനി അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് നോക്കുക. ആർക്കിടെക്ചർ പ്രവേശനത്തിനായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ 2000 രൂപ പ്രവേശന കമ്മീഷർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണം. അതുപോലെ MBBS BDSൻ്റെ ഫസ്റ്റ് ഫേസ്, എഞ്ചിനീയറിംഗ് ഫാർമസിയുടെ തേർഡ് ഫേസ് കോഴ്സുകൾക്ക് ഓൾറെഡി ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടുള്ളവർ, ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളവർ ആർക്കിടെക്ചർ കോഴ്സിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ടതില്ല. ഓൾറെഡി നിങ്ങൾ കൊടുത്തതായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട. നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ നോക്കുമ്പോൾ അവിടെ ഫീ പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫീസ് അടയ്ക്കേണ്ടതില്ല. അവിടെ ഓപ്ഷൻ കാണിച്ചാൽ മാത്രമേ നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. ഇനി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച പ്രവേശനം നേടുന്ന കോഴ്സിൻ്റെ ട്യൂഷൻ ഫീസിൽ ഈ തുക വിലയിരുത്തും. അതേപോലെ SC ST OEC കുട്ടികൾക്ക് ഈ ടോക്കൺ ഫീ ഇങ്ങനെ അടയ്ക്കേണ്ടതില്ല.
അങ്ങനെയുള്ള കുട്ടികൾ 2000 രൂപയ്ക്ക് പകരം 500 രൂപ അടച്ചാൽ മതി. അവരുടേത് കോഷൻ ഡെപ്പോസിറ്റ് പിന്നീട് കുറച്ചുകൊള്ളും. ഇനി അതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. 29-ാം തീയതി തുടങ്ങിയതാണ് എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചറിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ. അത് എഞ്ചിനീയറിംഗ് അതേപോലെ ഫാർമസി ആർക്കിടെക്ചർ കോഴ്സുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയം 2-ാം തീയതി സെപ്റ്റംബർ 2-ാം തീയതി അവസാനിക്കും. 4-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 5-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 6-ാം തീയതി തുടങ്ങി 7-ാം തീയതി വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് കോളേജിൽ പ്രവേശനം നേടാനും പറ്റും. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്തവരെ ഈ ഘട്ടത്തിൽ പരിഗണിക്കില്ല. മുമ്പ് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സീറ്റ് അവിടെ ഉണ്ടാവും. കിട്ടാത്തവരെ പരിഗണിക്കുകയില്ല. കിട്ടിയവർക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതയുമില്ല. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്താൽ നിങ്ങളെയും പരിഗണിക്കും. എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നവർ അവരാഗ്രഹിക്കുന്ന മുൻഗണനാക്രമത്തിൽ തന്നെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് ഉറപ്പാക്കണം. അതായത് നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള കോളേജാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആണെങ്കിൽ ആർക്കിടെക്ചർ, രണ്ടാമത് നിങ്ങൾക്ക് അത് കഴിഞ്ഞാലുള്ള കോഴ്സ്, മൂന്നാമത്തെ ആ ഓർഡറിലേക്ക് കൊടുക്കാവൂ. ആ ഓർഡറിലാണ്. ഇപ്പോൾ നിങ്ങളുടെ 1-ാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമെങ്കിൽ അത് തരും, ഇല്ലെങ്കിലേ 2-ാമത്തെ ഓപ്ഷൻ തരൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഓൾമോസ്റ്റ് ആർക്കിടെക്ചറിൻ്റെ 3-ാം റൗണ്ടിൻ്റെയും എഞ്ചിനീയറിംഗ് ഫാർമസി പോലുള്ളതിൻ്റെ 3-ാം റൗണ്ടിൻ്റെയും രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ആർക്കിടെക്ചറിൻ്റെ 2nd റൗണ്ടിൽ ജോയിൻ ചെയ്യേണ്ടതിൻ്റെ പ്രൊസീജിയറും എല്ലാം ചേർത്ത് ഒറ്റ വീഡിയോ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.